ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പീഡന പരമ്പര ഞെട്ടിക്കുന്നു. ഇനിയും വെളിപ്പെടുത്തുന്നതിൻ്റെ സാധ്യത തള്ളുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതെ സർക്കാർ വർഷങ്ങളോളം പൂഴ്ത്തിവെച്ചെന്ന് പരാതി ഉയർന്നപ്പോഴും പുറത്തുവിട്ടാലുണ്ടാകുന്ന തീവ്രത മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ അനങ്ങാതിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ പലരും പശ്ചാത്തപിക്കുന്നുണ്ടാവും. ഇത്ര വലിയ പുകിലുണ്ടാകുമെന്ന് ആരും വിശ്വസിച്ച് കാണില്ല. അമ്മ സംഘടനയുടെ കെട്ടുറപ്പും ഒരുമയും എല്ലാം ചിന്നിച്ചിതറി. ഭാരവാഹികൾ രാജിവെച്ച് കൈയൊഴിഞ്ഞ് രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ. പരാതികളിൽ അന്വേഷണങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ സിനിമാ മേഖലയ്ക്ക് തന്നെ തീരാ കളങ്കമാകും. അത് സിനിമാ വ്യവസായത്തെ കാര്യമായി പ്രതിസന്ധിയിലാക്കും. വരാനിരിക്കുന്ന മെഗാ സിനിമകളിൽ കളക്ഷൻ ഇല്ലാതെ തകർച്ച നേരിടേണ്ടി വരും. ഇതിനു മുൻപും ദിലീപിൻ്റെ കാര്യത്തിൽ അങ്ങനെയെല്ലാം നടന്നതും ജനങ്ങൾ ഓർക്കുന്നു. സിനിമാ മേഖലയെപ്പറ്റി സിനിമാ പ്രേമികൾക്കും ജനങ്ങൾക്കും ഉണ്ടായിരുന്ന മതിപ്പ് വിശ്വാസ്യതയ്ക്കും മങ്ങലേൽക്കുമെന്ന് ഉറപ്പാണ് എന്ന് നിരീക്ഷകരും വിലയിരുത്തുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചിലർ മുതലെടുക്കുന്നതായും ആരോപണങ്ങൾ ഉണ്ട്. നടി ഷക്കീലെ പോലുള്ളവരുടെ വെളിപ്പെടുത്തലുകൾ ജനങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ സിനിമാ മേഖല ലഹരി മാഫിയയുടെ പിടിയിലായി. പ്രത്യേകിച്ച് കൊച്ചി കേന്ദ്രമാക്കി ആയിരക്കണക്കിന് ലഹരി കേസുകൾ നിലവിലുണ്ട്. സിനിമാ മേഖല ലഹരി ബന്ധങ്ങൾ പിടിമുറുക്കിയിരിക്കുകയാണെന്ന് രാജ്യവ്യാപകമായ ആരോപണങ്ങളാണ് നിലനിൽക്കുന്നത്. ബോളിവുഡായാലും ഹോളിവുഡിലും ലഹരി മാഫിയ സജീവമായിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ സിനിമാ മേഖലയിലെ സംഘടനകൾ ഇതുപോലുള്ള പരാതികൾ കിട്ടുകയാണെങ്കിൽ 5 വർഷം അവർക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും പിന്നീട് പോലീസ് കേസ് വരെ എടുക്കുന്നതായിരിക്കുമെന്നാണ് അവർ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ കണ്ട അൻവർ അല്ല ഇന്ന്. ഹെഡ്മാസ്റ്ററെ കുറിച്ച് അന്വേഷിക്കുന്നത് പിയൂണാകരുത്, ഉത്തരവാദിത്തം സർക്കാരിനും പാർട്ടിക്കുമെന്ന അൻവർ. ADGP MR അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ താൻ നൽകിയ പരാതിയിൽ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും നൽകിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു PV അൻവർ MLA. ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ട് തിരിച്ചു വന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് മാധ്യമപ്രവർത്തകരെയും കേരള സമൂഹത്തെയും ഞെട്ടിക്കുകയായിരുന്നു. തികച്ചും മലക്കം മറിഞ്ഞായിരുന്നു പ്രസ്താവന. അതോടെ PV അൻവർ എന്തോ അജണ്ടയ്ക്ക് വേണ്ടി മാധ്യമങ്ങളെയും ജനങ്ങളെയും കരുവാക്കുകയായിരുന്നു എന്ന അഭിപ്രായമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. ADGPയെ മാറ്റി നിർത്തിയുള്ള അന്വേഷണം വേണമോ എന്നത് സർക്കാരും മുഖ്യമന്ത്രിയുമാണ് തീരുമാനിക്കേണ്ടത്. മേലുദ്യോഗസ്ഥരെ കുറിച്ച് കീഴുദ്യോഗസ്ഥർ അന്വേഷിക്കുന്നത് നീതിപൂർവമാകുമോ എന്ന ചോദ്യത്തിന് അതേ ചോദ്യം തന്നെയാണ് ഞാനും ചോദിക്കുന്നതെന്നും അൻവർ പറഞ്ഞു. എൻ്റെ പരാതിയിൽ പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ വീണ്ടും രംഗത്ത് വരുമെന്ന് മുന്നറിയിപ്പ് നൽകി. എന്തൊക്കെ പറഞ്ഞാലും ഈ മുഖ്യമന്ത്രിയെപ്പറ്റി ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഒരു വിലയിരുത്തൽ ഉണ്ടെന്ന് തന്നെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. P ശശിക്കെതിരെയുള്ള പരാതി അന്വേഷിക്കുന്നത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ PV അൻവർ MLA സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നൽകിയ പരാതി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. അൻവറിൻ്റെ പരാതി അതീവ ഗൗരവത്തോടെ കാണുന്നുമെന്നാണ് നേതൃത്വത്തിൻ്റെ നിലപാട്. പരാതിയുടെ കഴമ്പും ഗൗരവവും കണക്കിലെടുത്തായിരിക്കും അന്വേഷണത്തിൻ്റെ സ്വഭാവമെന്നും പാർട്ടി കേന്ദ്രങ്ങൾ പറയുന്നു. P ശശിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ശശിയും MV ഗോവിന്ദനെ കാണുമെന്നാണ് അറിയുന്നത്. ഇതുപോലെ എത്രയെത്ര കാര്യങ്ങൾ തരണം ചെയ്താണ് ഞാൻ ഈ നിലയിൽ എത്തിയതെന്നാണ് P ശശി പറയുന്നത്. PV അൻവർ MLAയുടെ വെളിപ്പെടുത്തലുകൾ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമെന്ന ആരോപണവും ഉയരുന്നു. മുഖ്യമന്ത്രി പിണറായിയുടെ തുടർഭരണത്തിൽ ഇത്രയും കാലത്തിൽ ഇതുപോലൊരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. ഗുരുതരമായ ആരോപണങ്ങളാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ശ്രീവാസ്തവയുടെ നിയമനത്തിലും പാർട്ടിയിൽ നിന്ന് തന്നെ
പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇതുപോലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ P. ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വെച്ചതിലും വ്യാപകമായ മുറുമുറുപ്പ് ഉണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് നിരന്തരമായി P. ശശിയെയാണ് ആഭ്യന്തരം കൈയാളുന്നത് എന്നുവരെ ആരോപിച്ചു വരുന്നുണ്ട്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് എല്ലാം നടക്കുന്നതെന്ന ആരോപണവും ഇതിനു മുൻപ് വന്നിട്ടുള്ളതാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം ശരിവയ്ക്കുന്ന തരത്തിലാണ് PV അൻവറുടെ ഈ വെളിപ്പെടുത്തൽ കൊണ്ടെത്തിച്ചിരിക്കുന്നതെന്ന് വളരെ ഗൗരവമായി കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയിലാണ് സർക്കാർ. DGP മുഖ്യമന്ത്രിക്ക് വിശദീകരണം നൽകും. പിന്നീടാകും നടപടികൾ ഉണ്ടാവുക. അതീവ ഗുരുതരമായ ഒരു ഘട്ടത്തിലൂടെയാണ് സർക്കാർ കടന്നു പോകുന്നത്. സാമ്പത്തിക പ്രതിസന്ധി, ഓണക്കാലം, സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ, പാർട്ടിയിലെ പ്രശ്നങ്ങൾ വേറെയും. അതിനിടയിലാണ് അൻവർ MLAയുടെ വെളിപ്പെടുത്തൽ. ഇതെല്ലാം കൊണ്ട് സർക്കാരിനെ, മുഖ്യമന്ത്രിയെയും CPMനെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. എന്നാൽ എല്ലാവരുടെയും പ്രതീക്ഷകളെല്ലാം തകർക്കുന്ന തന്ത്രപരമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. പോലീസ് യോഗത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് കയ്യടി വാങ്ങി. എന്നാൽ പിന്നീടുണ്ടായ നടപടികൾ ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ആരുടെ പേരിലും നടപടിയില്ല. ഒരു പ്രഹസന അന്വേഷണം, അതിൽ 1 മാസം സമയവും. അന്തിമ തീരുമാനം എന്താകുമെന്ന് എല്ലാവർക്കും കൃത്യമായി അറിയും. അൻവറുടെ വെളിപ്പെടുത്തൽ തുടങ്ങി ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ വരെ തിരക്കഥയുടെ ഭാഗമാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകുമെന്ന് പ്രതിപക്ഷമടക്കം എല്ലാവർക്കും കൃത്യമായി അറിയാം. പാളയത്തിലുള്ള പടയെ ഒതുക്കാനുള്ള 19 അടവും പയറ്റിയവരാണ് ആഭ്യന്തരം കൈയാളുന്നത്. ഇലയ്ക്കും മുള്ളിനും കേടുപറ്റാത്ത കൈകാര്യം ചെയ്യാൻ പിണറായിക്ക് നല്ലപോലെ അറിയും. ഇതിലും വലിയ പുകിലുകൾ ഉണ്ടായിട്ടും കുലുങ്ങാത്ത പിണറായിക്ക് ഇതെല്ലാം നിസ്സാരം. കേരള ജനതയെ വിഡ്ഢികളാക്കുന്ന തിരക്കഥ തയ്യാറാക്കുന്നതിൽ മുഖ്യന്റെ വിശ്വസ്ത വലയം മികവുറ്റതാണ്. അജിത് കുമാറിനും P. ശശിക്കും സുജിത് ദാസിനും ഒരു പോറലും ഏൽക്കില്ല. പാർട്ടിക്കുള്ളിലെ രഹസ്യ ശത്രുക്കളെ വരച്ച വരയിൽ നിർത്താനുള്ള കെൽപ്പും കഴിവും ശക്തിയും മുഖ്യമന്ത്രിക്കുണ്ട്. എന്തൊക്കെ ആരോപണങ്ങൾ വന്നാലും ഒന്നും നടക്കില്ല. പ്രധാനമന്ത്രിയെ ഒറ്റയ്ക്ക് പോയി കാണുന്നതും അതിൻ്റെ ഉള്ളടക്കം കാര്യങ്ങളും ജനങ്ങൾക്കറിയാം. പലതും അതിൽ അടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അതീവ സുരക്ഷിതനാവാനുള്ള എല്ലാ നടപടികളും അദ്ദേഹം എടുക്കുന്നുണ്ട്. അജണ്ടയുടെ ഭാഗം പൂർണ്ണമായി വിജയിച്ചു എന്ന് വേണം കരുതാൻ. കേരളത്തിലെ ജീവിതം മതിയാക്കി തമിഴ്നാട്ടിലേക്ക് അനവധി കുടുംബങ്ങൾ പലായനം ചെയ്യുന്നു. കേരളത്തിൽ സ്ഥിരതാമസമാക്കിയിരുന്ന അനേകം പേർ ഇവിടെ തുടർന്ന് ജീവിക്കാൻ ദുസ്സഹമായതിനാൽ തമിഴ്നാട്ടിലേക്ക് പോയി രക്ഷപ്പെടുകയാണ്. സാധാരണഗതിയിൽ ജീവിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഇവിടെ ജീവിച്ചു പോകാൻ ഒരിക്കലും കഴിയുന്നില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇവരെല്ലാം കേരളം വിടുന്നത്. കറണ്ട് ചാർജ്, വെള്ളക്കരം അടക്കം തൊട്ടതിനൊക്കെ ഫീസും ചാർജും കൂട്ടി വിലക്കയറ്റവും റേഷൻ വിതരണവും സപ്ലൈകോവും താളം തെറ്റി ജീവിതം വഴിമുട്ടിയ നിലയിൽ മറ്റൊരു ഗതിയും ഇല്ലാതെയാണ് ഇവർ കേരളം വിടുന്നത്. തമിഴ്നാട്ടിൽ കറണ്ട് 100 യൂണിറ്റ് സൗജന്യം, വെള്ളക്കരം ഇല്ല, റേഷൻ കട വഴി അരി, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണ, പലവ്യഞ്ജനങ്ങൾ, പയറുവർഗ്ഗങ്ങൾ എല്ലാം ലഭിക്കുന്നു. വനിതകൾക്ക് ബസ് ചാർജ് സൗജന്യം, വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് മുതൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. വിശേഷ ദിവസങ്ങളിൽ 2500 രൂപയും 1500 രൂപ വീതവും സർക്കാർ അനുവദിക്കുന്നതായും അവർ ചൂണ്ടിക്കാട്ടുന്നു. അനാസ്ഥ കാട്ടിയ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഉത്തരവിട്ട് ഉത്തര കൊറിയൻ പ്രസിഡന്റ്. കഴിഞ്ഞ ജൂലൈയിൽ ഉത്തര കൊറിയയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും 1000-ലധികം ആളുകൾ മരിച്ചിരുന്നു. മരണങ്ങൾ തടയുന്നതിൽ അലംഭാവം കാട്ടിയ 30ഓളം സർക്കാർ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ ഉത്തരവിട്ടു. ചാങ്ങാങ് പ്രവിശ്യയിൽ ഉണ്ടായ അപകടത്തിൽ നിരവധി പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജനങ്ങളുടെ മരണം തടയുന്നതിൽ ഉദ്യോഗസ്ഥർ പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. 30 ഉദ്യോഗസ്ഥരെയാണ് വധിക്കാൻ കിങ് തീരുമാനിച്ചത്. ജനങ്ങളുടെ മരണത്തിനിടയാക്കിയവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം ഇതിനോടകം തന്നെ 30ഓളം ഉദ്യോഗസ്ഥരെയും ഉത്തര കൊറിയയിൽ വധിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നു. മറ്റു രാജ്യങ്ങളും ഈ നിലപാട് സ്വീകരിച്ചാൽ എന്താവും സ്ഥിതിയെന്ന് ആലോചിക്കാൻ പോലും കഴിയില്ല.